ഇന്നത്തെ ഈ വീഡിയോ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഡേ 1 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സും സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഞാൻ ക്ലാസ് എടുക്കുമ്പം എനിക്ക് ബിഗിനേഴ്സ് ലെവലിലെ പിള്ളേരെ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതാൻ കിട്ടുന്നില്ല, പ്രോപ്പറായിട്ടൊരു സെൻറ്റൻസ് എഴുതാൻ കിട്ടുന്നില്ല, അതുപോലെ പറയാൻ കിട്ടുന്നില്ല. സോ അത് നിങ്ങൾ സെൻറ്റൻസ് ഫോർമേഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സോ ബിഗിനർ ലെവലിലെ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവരെ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഒട്ടും മനസ്സിലാവില്ല, ദേ ഫീൽ ബോർഡ്. അപ്പോൾ അതുകൊണ്ട് ബേസിക് സെൻറ്റൻസ് ഫോർമേഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. ഇതുവരെ ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾ കാണണം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, കോൾ ഇംഗ്ലീഷ് പഠിക്കാം, നിങ്ങളത് കാണണം. അതിൽ ഞാൻ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഡു ഫോളോ ദാറ്റ് എവ്രി വൺ. ആദ്യത്തെ ഡെയിലി യൂസിന് പറ്റിയ വേർഡ്സ് ആണ് ഗോ. ഗോ എന്ന് വെച്ചാൽ എന്താ? ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നിങ്ങളെല്ലാം നോട്ട് ചെയ്തെടുക്കണം. ഗോ ഗോ. എക്സാമ്പിൾ, ഐ ഗോ ടു ദ ജിം എവ്രി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകും. ഐ ഗോ ടു ദ ജിം എവ്രി മോർണിംഗ്. വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ് ഈ വീഡിയോ. അടുത്ത വേർഡാണ് കം. കം എന്ന് വെച്ചാൽ അടുത്തേക്ക് വരാനാണ് വിളിക്കുന്നത്. ടു മൂവ് ടുവേർഡ്സ് എ സ്പീക്കർ. കം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്യാൻ യു കം ഹിയർ ഫോർ എ മോമെൻറ്റ്. ക്യാൻ യു കം ഹിയർ ഫോർ എ മോമെൻറ്റ്. കുറച്ച് നേരം ഇങ്ങോട്ട് വരുമോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തതാണ് വോണ്ട്. വോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയർ, ആഗ്രഹമുണ്ട്. എനിക്ക് വിഷ് എന്ന് പറയാം, ഡിസയർ എന്ന് പറയാം. ഐ വോണ്ട് വാട്ടർ. ഷീ വോണ്ട്സ് എ ന്യൂ ഫോൺ. നീഡ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് നെസസറി. അത്യാവശ്യമാണ് എനിക്ക് ജീവിതത്തിൽ. എനിക്ക് വെള്ളം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഐ നീഡ് വാട്ടർ. അവൾക്ക് സഹായം ആവശ്യമാണ്. ഷീ നീഡ്സ് ഹെൽപ്പ്. ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം, ടു ഫീൽ ഗുഡ് അബൌട്ട് സംതിങ്. ഐ ലൈക്ക് ടീ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ചായ കുടിക്കാൻ ഇഷ്ടമല്ലേ? ഐ ലൈക്ക് ടീ. സ്നേഹം, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലവ്. ഒരാളോട് സ്നേഹം തോന്നുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഫെക്ഷൻ. ഐ ലവ് മൈ ഹസ്ബൻഡ്, പേരൻസ് ആൻഡ് സൺ. ഭർത്താവിനോടും അപ്പനമ്മേനോടും മോനോടും നമുക്കൊരു അഫെക്ഷൻ, സ്നേഹം തോന്നുക, ലവ്. അതിന് പറയുന്ന വേർഡാണ് ലവ്. ജോലി, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വർക്ക്. എന്തെങ്കിലും ഒരു ക്രിയ, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യണതിനാണ് നമ്മൾ ജോലി അല്ലെ വർക്ക് എന്ന് പറയാം. വർക്കല്ല, വർക്ക്. വർക്ക്. നൗൺ ആണെങ്കിൽ നെയിം, പ്ലേസ്, ആനിമൽ, തിങ്. നൗൺ. നൗൺ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. എനിക്ക് കുറേ ജോലിയുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. വെർബ് ആണെങ്കിൽ ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. അവൾ സ്കൂളിൽ ജോലി ചെയ്യുന്നു. കണ്ടോ, അതൊരു ആക്ടിവിറ്റി അല്ലേ, ക്രിയയല്ലേ ജോലി. ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. കളിക്കുക, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ. പ്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിൽഡ്രൻ പ്ലേ. കഴിക്കുക, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഈറ്റ്. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക, ഈറ്റ്. ഐ ഈറ്റ് റൈസ്. ഐ ഈറ്റ് റൈസ്. കുടിക്കുക, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്രിങ്ക്. ഐ ഡ്രിങ്ക് വാട്ടർ. വെള്ളം കുടിക്കുകയാണ്. അടുത്തതാണ് ബേസിക് സെൻറ്റൻസ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്. ഇതാണ് മിക്കവരും തെറ്റിക്കണേ. ഒരു കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് ഫോർമേഷൻ ചെയ്യാൻ അറിയത്തില്ല. ബേസിക് ഒരു സെൻറ്റൻസ് ഫോർമേഷനിൽ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, പിന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഐ, ഹി, ഷീ, ഇറ്റ്, നിങ്ങളുടെ പേര് എല്ലാം അതിൽ വരും. യു, വി, ദേ. വേർബ് എന്ന് പറയുമ്പം ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ. നിങ്ങളൊരു ഹാപ്പിയാണോ, നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ, ഇതൊക്കെയാണ് വേർബിൽ പെടുക. പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം തിങ്സ്. പിന്നെ ഒരു സെൻറ്റൻസ് ഫോർമേഷനിൽ സബ്ജക്റ്റും വേർബും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ബേർഡ്സ് ഫ്ലൈ. ഇതിൽ ബേർഡ്സ് ആണ് സബ്ജക്റ്റ്, ഫ്ലൈ ആണ് ക്രിയ, അതായത് വേർബ്. ഐ ആം ഹാപ്പി. ഐ ആണ് സബ്ജക്റ്റ്, ആം ആണ് വേർബ്,
ഹാപ്പി ആണ് അഡ്ജക്റ്റീവ്. സോ നേരത്തെ പറഞ്ഞ മാതിരി സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു സെൻറ്റൻസ് ഫോർമേഷനിൽ. അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. സോ ഇത് ബിഗിനർ ലെവലിലുള്ള ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം, നോട്ട് ചെയ്യണം. അതുമാതിരി വേണം നിങ്ങൾ പറയാനും എഴുതാനും. സോ ഒരു എക്സാമ്പിൾ പറയാം. ഐ പ്ലേ ഫുട്ബോൾ. ഇതിൽ ഐ ആണ് സബ്ജക്റ്റ്, പ്ലേ ആണ് വേർബ് വരുന്നത്, ഫുട്ബോൾ ആണ് ഒബ്ജക്റ്റ് വരുന്നത്. ഷീ ഡ്രിങ്ക്സ് ടീ, അതായത് ഷീ ആണ് സബ്ജക്റ്റ് വരിക, ഡ്രിങ്ക്സ് ആണ് വേർബ് വരിക, ടീ ആണ് ഒബ്ജക്റ്റ് വരിക. അപ്പോൾ നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. സബ്ജക്റ്റിൽ ഐ, യു, വി, ദേ, നമ്മുടെ പേര് എന്ത് വേണമെങ്കിലും വരാം. വേർബ് വരുമ്പം ഈറ്റ്, ഗോ, റൺ, ഈസ്, ആം, ആർ, ഹാവ്, ഹാസ്, ഇതൊക്കെ വരും വേർബിൽ. അപ്പോൾ ഒബ്ജക്റ്റ് ഇഫ് റിക്വയർഡ് ആണ്. റൈസ്, വാട്ടർ, സ്കൂൾ, ഇതൊക്കെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സെൻറ്റൻസ് ഫോർമേഷനിൽ നിങ്ങളുടെ സെൻറ്റൻസിന് ഒരു മീനിങ് ഉണ്ടായിരിക്കണം, അർത്ഥം ഉണ്ടായിരിക്കണം. വെറുതെ അവിടെ ഇവിടെ ജംബിൾഡായിട്ട് ഒരു സെൻറ്റൻസ് പറയരുത് കേട്ടോ. ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണം നിങ്ങളുടെ സെൻറ്റൻസ്. കുറച്ചും കൂടി ഞാൻ എക്സാമ്പിൾസ് പറയാം. ഇപ്പം സബ്ജക്റ്റും വേർബ് ആണെങ്കിൽ ദ ബേബി ക്രൈഡ്, സബ്ജക്റ്റ് വരിക ദ ബേബി ആണ്, ക്രൈഡ് ആണ് വേർബ് വരിക. അതുമാതിരി തന്നെ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് വരുമ്പം ഒരു എക്സാമ്പിൾ പറയാം. ഷീ റോട്ട് എ ലെറ്റർ. അതിൽ ഷീ വരും സബ്ജക്റ്റ്, റോട്ട് വരും വേർബ്, ലെറ്റർ വരും ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, വേർബ്, അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ദ വെദർ ഈസ് കോൾഡ്. ദ വെദർ ആണ് സബ്ജക്റ്റ്, ഈസ് ആണ് വേർബ്, തണുപ്പാണ് അഡ്ജക്റ്റീവ്. ഇതുമാതിരി ഇപ്പം സബ്ജക്റ്റ്, വേർബ്, പ്ലേസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹീ വെൻറ്റ് ടു സ്കൂൾ. ഹീ ആണ് സബ്ജക്റ്റ്, വേർബ് ആണ് വെൻറ്റ്, സ്ഥലം എവിടെയാണ്? ടു സ്കൂൾ. അതുമാതിരി സബ്ജക്റ്റ്, വേർബ്, ടൈം ആണെങ്കിൽ ദേ ആണ്. ഫോർ എക്സാമ്പിൾ ദേ അറൈവ്ഡ് യെസ്റ്റർഡേ. ദേ ആണ് സബ്ജക്റ്റ്, അറൈവ്ഡ് ആണ് ആക്ഷൻ, അതായത് വേർബ്, യെസ്റ്റർഡേ ആണ് സമയം. അപ്പം നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് റൂള് മനസ്സിലാക്കേണ്ടത് എപ്പോഴും കറക്റ്റ് വേർബ് യൂസ് ചെയ്യണം, ഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഐ ഈറ്റ് ആവും, അതായത് പ്ലൂറൽ പറയുമ്പം എപ്പോഴും V1 ചേർക്കാം, എസ് ചേർക്കേണ്ട ആവശ്യമില്ല. സിംഗുലർ വരുമ്പം എപ്പോഴും എസ് ചേർക്കണം. ഹീ ഈറ്റ്സ്, ഷീ ഈറ്റ്സ്. ഇറ്റ് എന്ന് പറയുമ്പം ഇറ്റ് വർക്ക്സ്. ഇറ്റ് ഒരു ഒബ്ജക്റ്റായിട്ട് കണക്കാക്കുക. ഇറ്റ് വർക്ക്സ്. ഒരു ഫ്രിഡ്ജോ ടി വി എല്ലാം. ഇതിൻ്റെ സിമ്പിൾ പ്രസൻ്റൊക്കെ ലെങ്തി വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈസ്, ആം, ആർ ഒക്കെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഐ വരുമ്പോൾ ആം യൂസ് ചെയ്യണം. ഹീ, ഷീ, ഇറ്റ് വരുമ്പോൾ ഈസ് യൂസ് ചെയ്യണം. യു, വി, ദേ വരുമ്പം ആർ യൂസ് ചെയ്യണം. സോ ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 30 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇതിൽ നമ്മളൊരു ഗ്രാമറും ഫസ്റ്റ് 5 days ഗ്രാമർ ആയിരിക്കും, ബാക്കി 25 days കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യിക്കാനാണ് നോക്കുന്നത്. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, അഡ്വാൻസ് ലെവലിൽ ആളായിക്കോട്ടെ, ഏത് ഫീൽഡിലുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഗ്രാമർ വേണ്ടെങ്കിൽ നമ്മൾ ഗ്രാമർ അവോയ്ഡ് ചെയ്യും. So please join everyone and subscribe to my channel and press the bell icon.